ഞാൻ ഒരു എറണാകുളംകാരനാണ്. എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഇങ്ങനൊരു യാത്ര എനിക്ക് പതിവുള്ള. ഞാൻ മാത്രമല്ല, മറ്റു എറണാകുളത്ത് താമസിക്കുന്നവരും പുറത്തുനിന്ന് എറണാകുളത്തൊന്നും താമസിക്കരുത്. ആ ഒരാളെ കാണാൻ അവിടെ വരും. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ പിടിയിട്ടിട്ടുണ്ടാവും. കലൂരിലെ സെൻറ്റ് ആൻ്റണീസ് പുണ്യാളൻ. ആഴ്ചയിൽ ഒരു ദിവസം പുണ്യാളനെ കണ്ട് മെഴുകുതി കത്തിച്ചൊരു സലാം പറഞ്ഞില്ലെങ്കിൽ എറണാകുളംകാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 15 വർഷമായിട്ട് ഞാൻ ഈ പള്ളിയിൽ അടുപ്പിച്ച് വരുന്ന ഒരാളാണ്. ലോകത്ത് എവിടെയൊക്കെ പോയാലും കറങ്ങിത്തിരി ഞാൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി അതിനെ മറികടക്കാൻ എനിക്ക് വേറൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വരുമ്പോൾ എനിക്കൊരിക്കലും ഒരു ദേവാലയത്തിൽ വരുന്നതോ പ്രാർത്ഥിക്കാൻ വരുന്നതോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരുന്നപ്പോൾ കൂടുതൽ നിരക്ക് വിട്ടുപോയപ്പോഴും നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിതം നയിക്കാൻ പഠിപ്പിച്ചത് ഇവിടെ നിന്നാണ്. നമ്മളെല്ലാവരും പല മതത്തിലും പല ലൈഫ് സ്റ്റൈലും ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഗ്രാഫും തന്നെ പച്ചയായ മനുഷ്യന്മാരെ നമുക്കിവിടെ കാണാം. ഈശോയും അന്തോണീസ് പുണ്യാളനും മാതാവും അല്ലാണ്ട് ഇവിടെ വേറെ 2 പേരും കൂടിയുണ്ട്. സെബാസ്റ്റ്യനസ് പുണ്യാളനും ഗീവർഗീസ് പുണ്യാളനും. ഒരു ഹിന്ദുവായ ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള തിരക്കും ആൾക്കാരെ കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരും. മേ ബി ഡിവൈഡഡ് ബൈ മതം, ജാതി, ലൈഫ് സ്റ്റൈൽ, ബട്ട് യുണൈറ്റഡ് ബൈ കല്ലൂർ അന്തോണീസ് പുണ്യാളൻ.